സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ ഇത് ഫുള്ള് അത്രയും സ്ലൈഡിങ് ആണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവരാണോ ഗൈസ് നിങ്ങൾ? കം തങ്ങൾപ്പാറ. യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് പ്ലേസ്. ഐ നോ. ഈ ഒരു സംഭവം അടിപൊളി സംഭവം കാണിച്ചിട്ട് നിങ്ങൾക്ക് 90 ഡിഗ്രിയിൽ ഒരു ട്രക്കിങ് ചെയ്യാണ്ട് നമുക്കിത്. തങ്ങൾപ്പാറ വാഗമണ്ണ്. ഞാനിപ്പോൾ തങ്ങൾപ്പാറയിലോട്ട് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്താട്ടോ. അതായത് നമ്മൾ വാഗമണ്ണ് നിങ്ങളതേ പറഞ്ഞു, വാഗമണ്ണിന് 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഗമണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 സ്പോട്ടുള്ള വാഗമണ്ണ്, അതൊക്കെ ഒറ്റ റൂട്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. അറൗണ്ട് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് എല്ലാ സ്പോട്ടും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്പോട്ട് ഒരു ലേക്കിൻ്റെ അടിപൊളി ഒരു സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കാർട്ട് ഇട്ടേക്കാം. രണ്ടാമത്തെ ഒരു അടിപൊളി മൊട്ടക്കുന്ന്, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അടുത്ത കാർട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തങ്ങൾപ്പാറയിലോട്ട് പോകുന്ന വഴിയിൽ ഇങ്ങനെ അടിപൊളി ഒരു തേയില എസ്റ്റേറ്റ് വരുന്നുണ്ട്. അങ്ങനെ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റേറ്റിൻ്റെ ഇത് വരുന്നത് അപ്പുറത്താണ്, ഫാക്ടറി വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ പണ്ടത്തെ തമിഴന്മാരാണ് തോന്നുന്നു ഈ എസ്റ്റേറ്റിൻ്റെയൊക്കെ. എല്ലാ എസ്റ്റേറ്റിലും അധികം കൂടുതൽ തമിഴന്മാരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 100 രൂപ, അതായത് 200 രൂപ ഉണ്ടെങ്കിൽ 1 കിലോ തേയില പൗഡർ വാങ്ങിക്കാം. അവിടെ ചീപ്പിന് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഓൾഡ് ഫാക്ടറി, തേയില ഫാക്ടറിയാണ്, അവിടേക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടെ പുറത്ത് അവർ തേയില പൗഡറൊക്കെ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലോട്ടൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. നല്ല പൗഡറാണ് തോന്നുന്നു, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ക്വാളിറ്റി TFPOP എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്വാളിറ്റിയാണ് അവർ സെയിൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ തേയില വരുന്നത്. നോക്കി നിങ്ങൾ, അടിപൊളിയാണ്. ഞാൻ ഇവിടുന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാനുള്ള റീസണ് ഈ ഒരു കാഴ്ചയാണ്. ആ കാണുന്നതാണ് തങ്ങൾപ്പാറ. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഈ വിസിറ്റ് പോകുമ്പോൾ ഈ സൈഡിന് ചെയ്തിട്ട് ബൈക്കോ കാറൊക്കെ നിങ്ങൾക്ക് സൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അവിടെ പേരക്കത്തോട്ടങ്ങളൊക്കെ വരുന്നുണ്ട്, അവിടെയൊക്കെ പോകാനൊക്കെ പറ്റും. നോ റെസ്ട്രിക്ഷൻസ്, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോവാം. അവിടുത്തെ ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. വല്ല പഴുതാര അല്ലെങ്കിൽ അങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടോയെന്ന്, തേളുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഓൾറെഡി ഓൾറെഡി ഇലകളൊക്കെ കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടുത്തെയൊക്കെ വിളവെടുപ്പ് എന്നൊക്കെ തന്നെയാണ് ഇതിന് പറയാൻ എനിക്കറിയില്ല. വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തേയിലൻ്റെ ഒരു പൂവ്, ഒരു കായ, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് കരുവും. ഓക്കെ, ഈ ഒരു സ്പോട്ട് നല്ല രസമാണ്. അപ്പോൾ ഇനി നേരെ തങ്ങൾപ്പാറയിലോട്ട് പോയിട്ട് ബാക്കി തങ്ങൾപ്പാറയിലെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഫൈനലി തങ്ങൾപ്പാറ എത്തിട്ടോ. ഞാൻ അവിടുന്ന് കുറച്ചേ ഉണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു മസ്ജിദാണ്. പിന്നെ ഇവിടെ ടൈം ഉണ്ട് കേട്ടോ, 4:30 വരെ വരാൻ പറ്റുള്ളൂ. 7 AM to 4 PM. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു, ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ബൈക്കുകളൊന്നും ഇവിടെ ഇല്ല. വേസ്റ്റ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം വേസ്റ്റ് ഒന്നും കൊണ്ടുവരരുത്. ഇവിടെയൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഫുള്ള് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് ക്യാഷ് ഉണ്ട്. എത്ര ചേട്ടാ ക്യാഷ്? 20 രൂപ. ഇത് മാത്രമേ ഉള്ളൂ, അത് വേറെ ടിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, 20 രൂപ. ബൈക്കിന് ക്യാഷ്, പാർക്കിങ്ങിന് ഉണ്ട്. കാറിന് എത്ര വരുന്നത്? കാറിന് 30 രൂപ കേട്ടോ. ഇവിടുന്ന് ഏകദേശം എത്ര നടക്കാണ്ടെന്ന് അറിയാമോ ചേട്ടാ? 1 കിലോമീറ്ററിന് അടുത്തുണ്ടല്ലേ. അതല്ലേ തങ്ങൾപ്പാറ അറിയുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് നടന്നെത്തണം. 1 കിലോമീറ്ററോളം നമ്മൾ ട്രെക്ക് ചെയ്യണം. ഓക്കെ, അങ്ങോട്ട് വെഹിക്കിൾസ് കടത്തിവിടുന്നില്ലല്ലോ. വെഹിക്കിൾ നോട്ട് അലൗഡ്. നമുക്ക് നടന്നു പോകണം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ ഇത്. അതായത് തങ്ങൾപ്പാറ. ഞാൻ ഫുള്ള് വായിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കല്ലിൽ, തങ്ങൾപ്പാറ മക്കാം, കോലാഹലമേട് ഷെയ്ഖ് ഫരീദുദ്ദീൻ വലിയല്ലാഹി റളിയല്ലാഹു അൻഹു. ജനനം ഹിജ്റ വർഷം 569. ഹിജ്റ എന്നൊക്കെ പറയുന്നത് അറബിക്കാണ്. നിങ്ങൾക്ക് അറബിക് വർഷങ്ങളിൽ 569 വർഷമാണ്. ഇപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു മുസ്ലിമാണ്, ഇതിൻ്റെ ട്രോൾ എഴുതി. പക്ഷേ ഹിജ്റ ഇപ്പോഴത്തെ വർഷം കറക്റ്റ് അറിയുന്നവർ കമൻറ്റ് ചെയ്തേക്ക്. 1000 സംതിങ് എത്രയൊക്കെയാണ്. ഇതൊന്ന് പോസ് ചെയ്ത് റീഡ് ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അവിടെ ചെറുതായിട്ടൊരു മദ്രസ പോലെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു പള്ളി വരുന്നുണ്ട്. പള്ളിയല്ല, ടോയ്ലറ്റാണ്. സോറി കേട്ടോ, ബൈ മിസ്റ്റേക്ക്. അവിടെ ലേഡീസും എല്ലാം വരുന്നുണ്ട്.
പിന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ജാതി മത ഭേദഭിന്നതല്ല, ആർക്കും വരാം, എല്ലാവർക്കും അലൗഡാണ്. അപ്പോൾ നമുക്ക് ഇതാണ് പാറ. ഇവിടുന്ന് ട്രക്ക് ചെയ്ത് അവിടെ എത്തണം. അറൗണ്ട് ഒരു 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രക്ക് ചെയ്ത് പോകാം കേട്ടോ. ഇതിൻ്റെ ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ വന്നത് നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഒരു തേയില ഇത് കണ്ടില്ല, അത് അവിടെ നിന്നാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ച് തന്നിരുന്നു. അതാണ് തങ്ങൾപ്പാറ എന്ന്. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. സമയം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 4:30 വരെ ഉള്ളൂ എൻട്രൻസ്. അപ്പോൾ അത് ഓർത്ത് വെച്ചോ. പിന്നെ ഗൂഗിൾ പേ അല്ല, ക്യാഷ് കയ്യിൽ കരുതിക്കോ. ഇവിടെയും ഗൂഗിൾ പേ അല്ല കേട്ടോ. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉണ്ട്, പല ഷോപ്പുകളിലുണ്ട്, അല്ലാതെ എവിടെയില്ല. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് റിസോർട്ടുകൾ കാണാൻ പറ്റും. ഇതൊക്കെ റിസോർട്ടുകളാണ്, അവിടെയൊക്കെ റിസോർട്ടാണ്. തേയില അടിപൊളി. നമുക്കപ്പോൾ ഇനി മേലോട്ട് ഒന്നുകൂടി നടക്കാം. അപ്പോൾ ഞാൻ അവിടുന്ന് നിങ്ങളത് പറഞ്ഞില്ലേ, ഈ വാഗമണ്ണിൽ ഈ വീഡിയോയിലാണോന്ന് തോന്നുന്നില്ല, ഞാൻ വാഗമണ്ണിൽ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലായിരിക്കും മേ ബി. അപ്പോൾ ഇതിൽ വാഗമണ്ണിലെ ഫുള്ളായിട്ട് ഹിൽ ഏരിയകൾ മാത്രമാണ്. അപ്പോൾ ഹിൽ ഏരിയകളായതുകൊണ്ട് തന്നെ ഓരോ പേരാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തങ്ങൾപ്പാറ, ഇതിൻ്റെ അടുത്ത് മുരുകംപാറ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓരോ പാറ, അങ്ങനത്തെ കുറേ സ്പോട്ടുകളുള്ളൂ. ഏകദേശം എല്ലാം ഒരേ സിമിലർ ലുക്കാണ്, സിമിലർ ഒരു സിറ്റുവേഷൻ ഇതുപോലെ തന്നെയാണ്. അപ്പം മാക്സിമം നിങ്ങൾ കയ്യിൽ ബോട്ടിൽ കുറച്ച് വാട്ടറൊക്കെ കരുതിക്കോ. കാരണം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കയറി പോകട്ടോ. അതായത് സ്വന്തം വഴി വെട്ടിയിട്ട് നമ്മൾ കൊളംബസിനെ പോലെ കയറി പോകണം. സ്വന്തം വഴി, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ കയറി പോകും. എങ്ങനെ പോയാലും ആ പാറ കയറണം. നല്ല വ്യൂ പോയിൻ്റാണ്. സമയം 3 മണിയായി, 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ഇവിടെ പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട്, പക്ഷേ ക്യാമറ എവിടെ അലൗഡ് അല്ല. ക്യാമറ എടുക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ ചെറിയ ഷെയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 2000 രൂപ എടുത്തിട്ട് ക്യാമറ എടുത്തിട്ട് ഫോണാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഏത് ഫോണിൽ എടുക്കുന്നത് വെച്ചാൽ ഐഫോണിൽ 11 പ്രോയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്, ചെറിയ ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. ചെറിയൊരു ഷെയ്ക്ക് 11 ഉണ്ടാവുള്ളൂ. ഐഫോണ് ഷെയ്ക്ക് വരുന്നത് 10s വരെ ഷെയ്ക്ക് ഉണ്ട്. 10s ശേഷം 11 പ്രോ, 12 പ്രോ, 13 പ്രോ, 14 പ്രോ അങ്ങോട്ടൊന്നും വലിയ ഷെയ്ക്കില്ല. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിന് ഇവിടെ വെള്ളം ലീക്ക് കേട്ടോ. മേലെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ. അതിൻ്റെ ഒരു വെള്ളം അങ്ങോട്ടില്ല, ആ വർക്കിന് വേണ്ടിയുള്ള വെള്ളം എത്തിക്കണേണത്. എങ്ങനെ പോയാലും മേലോട്ട് വെള്ളം എത്തുമ്പോൾ ഷോട്ട് കുറവായിരിക്കും. പിന്നെന്താ പറഞ്ഞാൽ, ഞാൻ എന്തോ കാര്യം പറഞ്ഞല്ലോ, ആ ഫോണിൻ്റെ കാര്യം. ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10s എന്ന് പറയുമ്പോൾ 0.5, അതായത് അതിലൊന്നും എടുക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഞാൻ പറഞ്ഞത്, എനിക്കൊരു ഓർമ്മയില്ല. അത് ക്ഷമിച്ചോ കേട്ടോ, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഇനി അടുത്തൊരു പോയിന്റ് വരുമ്പോൾ പറയാം ഫോണിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളതൊരു നെഗറ്റീവായി കരുതണ്ട, പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതാണ്. കാരണം ടയേർഡായിപ്പോയി. ടയേർഡും എന്തൊക്കെയോ ചിന്തകൾ മനസ്സിൽ പെട്ടെന്ന് വന്നു. നിങ്ങൾക്ക് അവിടെ ചെറുതായിട്ടൊരു ആൾക്കാരിങ്ങനെ ചെറിയ പോയിൻ്റായിട്ട് കാണാൻ പറ്റും. അതൊക്കെ അവിടെ ആളുകളാണ്. മഴക്കാലത്തൊക്കെ വരുമ്പോൾ കുറച്ച് സീനായിരിക്കും, പക്ഷെ മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ, ഞാൻ വാഗമണ്ണിൽ ഒരു 5 സ്പോട്ടിന് മാക്സിമം കവർ ചെയ്യണം. 1 ഡേ ട്രിപ്പാണ് എൻ്റെ. ആകെ 5-6 സ്പോട്ടേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ആ സ്പോട്ട് ഞാൻ മാക്സിമം 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് ഫുൾ കവർ ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ ഓരോ വീഡിയോയും ഓരോ സ്ഥലങ്ങളും ഓരോ ബ്ലോഗായിട്ട് ഇട്ടിക്കണേ. എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട് വീഡിയോസ്. ഞാനിതെല്ലാം ഒറ്റ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഏകദേശം 2-3 മണിക്കൂറാവുന്ന ആരും കാണൂല, വെറുതെയാണ്. അപ്പോൾ നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ നടക്കണം. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ തോന്നുന്നു ഇവിടെ റോഡ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട് മേലോട്ട്. കാണാൻ പറ്റും. ഇവിടെ നല്ലൊരു കാഴ്ച കാണിച്ചു കേട്ടോ, അടിപൊളിയാണ്. നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും.
ഞാൻ പറഞ്ഞില്ല, ഇവിടെ എവിടെ പോയാലും ഒരു ലേക്ക് ഉണ്ടാവും. ലേക്ക് ഇല്ലാത്ത സ്പോട്ടില്ല. ഈ സ്പോട്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇല്ല, വൈപ്പൂഞ്ചിറ പോയ ആൾക്കാർക്ക് ചിലപ്പോൾ അതേ ഒരു മെത്തേഡ്, ഐ മീൻ അതേ ഒരു ഇത് തോന്നാം, അതേ ഒരു ഇതാട്ടോ. ഇത് എങ്ങനെ നടന്ന് മേലോട്ട് പോകും തോറും കാഴ്ചകൾ നല്ല രസമാട്ടോ. പിന്നെ ഫോണിൽ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് എത്തിയപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്ഥലങ്ങളും ഒരേ റൂട്ടിലായതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഇപ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിലോട്ട് പോയപ്പോൾ ഇപ്പം മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും റേഞ്ചില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്തോ കുറച്ച് റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് കോളും മെസ്സേജൊക്കെ വരുന്നുണ്ട്. കാരണം കുറേ ആയിട്ടൊന്നും വന്നിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ജീപ്പ് മാത്രമേ വിട്ടു പോകുള്ളൂ. റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ നടക്കേണ്ട ആവശ്യം വരില്ല. ജീപ്പ് ട്രക്കിങ്ങോ അല്ലെങ്കിൽ ജീപ്പിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ വരും. കാരണം ഈ ട്രാക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജീപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. കാരണം അപ്പുറപ്പുറത്തും സെൻറ്ററിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത വീണ്ടും ഒന്നുകൂടി ഞാൻ പറയാം. എത്ര ചൂടാണെങ്കിലും അല്ലെങ്കിൽ എത്ര നല്ല വെളിച്ചം തോന്നുന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റ് ഇവിടെ നിന്ന് കിട്ടും. നല്ല തണുത്ത കാറ്റ്, അടിപൊളിയാ. അയ്യോ, പിന്നെ വഴി മാറാതിരിക്കാൻ വേണ്ടി ഒരു ചിഹ്നങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ നോക്കി പോവുക. നിങ്ങൾ മാക്സിമം ഗ്രിപ്പില്ല ചെരുപ്പ്, ഷൂ ഒക്കെ ഇടുക. മാക്സിമം കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ കൈ ഹോൾഡ് ചെയ്യുക. കാരണം നോക്കാൻ നിങ്ങൾക്ക് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് അടിയിലോട്ടൊക്കെ ആയിരിക്കും. ഇവിടെ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളി കേട്ടോ. ഒരു ഇത്രയും ഇതിൽ നമുക്ക് തേയിലത്തോട്ടം, തേയിലപ്പാടങ്ങൾ കാണാൻ പറ്റും. ഇനി ഒരു സംഭവം, അടിപൊളി സംഭവം കാണിച്ചിട്ട് നിങ്ങൾക്ക് 90 ഡിഗ്രിയിൽ ഒരു ട്രക്കിങ് ചെയ്യാണ്ട് നമുക്കിത്. ഇനി ഞാൻ പറഞ്ഞതില്ലേ, ഗ്രിപ്പില്ല ഷൂ, ഞാൻ ഗ്രിപ്പില്ല വല്ലത് നമുക്ക് നടന്നു നോക്കാം. ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം പാറകളൊക്കെ വെറ്റായിട്ടല്ല, അപ്പോൾ നമുക്ക് ഗ്രിപ്പൊക്കെ കിട്ടും. പക്ഷേ നനഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ റെസ്ട്രിക്റ്റഡോ അതിന് ആരും ആ ഒരു പാർക്കിങ്ങിൻ്റെ സെക്യൂരിറ്റി കാരണമല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വന്തം റിസ്ക്, ഐ മീൻ അയാൾ ആ പാർക്കിങ്ങിന് ക്യാഷ് വാങ്ങും, നമ്മൾ നമ്മളെ കാര്യം നോക്കുക. ആരും ഇങ്ങനെ ഇവിടെ അങ്ങോട്ട് പോകണ്ട പറയാനോ ഒന്നുമില്ല. സ്വന്തം റെസ്പോൺസിബിലിറ്റി നമ്മളെ സ്വന്തം കയ്യിലാണ്. നമ്മളെ മക്കളെ കൂടെയൊക്കെ വരികയാണെങ്കിൽ മക്കളെ കൂടി റെസ്പോൺസിബിലിറ്റി നമ്മളെ കയ്യിലാണ്. എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ടോ. ഇങ്ങനെയാണ് കയറി വന്നേ. ഇനി നമ്മൾ മേലോട്ട് തന്നെ കയറണം. കൈയൊക്കെ പിടിച്ച് പോകണം. കൊച്ചിൻ്റെ കൈ പിടിച്ചിട്ടില്ല. അപ്പോൾ കൊച്ചങ്ങനെ ഓടിക്കഴിഞ്ഞാൽ പ്രശ്നം. നോക്കി നിങ്ങൾ, ഞാൻ പറഞ്ഞു നോക്കാം എന്തെങ്കിലും കരുതാറ്. താതാ ആ കൊച്ചിൻ്റെ കൈ പിടിച്ചോളി. കോട്ടയം ഭാഷ കേട്ടോ. അമ്മച്ചിൻ്റെ കൈ പിടിക്കാൻ അറിയിക്കുന്നുണ്ടെങ്കിൽ പറയണേ. പാവം, ഞാൻ പറഞ്ഞില്ല ഭയങ്കര. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ ഇത് ഫുള്ള് അത്രയും സ്ലൈഡിങ് ആണ്. ഒന്ന് വീണ് കഴിഞ്ഞാൽ, ഞാനാണെങ്കിൽ ഫോണിൽ നോക്കിയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവരാണോ ഗായ്സ് നിങ്ങൾ? കം തങ്ങൾപ്പാറ. യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് പ്ലേസ്, ഐ നോ. ഓ, ഇത് തീർന്നില്ലേ? ഒരു പാറ കഴിഞ്ഞിറങ്ങി, ഇത് അടുത്ത പാറയിലോട്ട് വീണ്ടും. അടുത്ത പാറ എന്ന് പറഞ്ഞില്ല, എനിക്കൊരു സംഭവം ഉണ്ട്. എനിക്ക് വഴി മാറി. കാരണം ഇവിടുന്ന് ചാടേണ്ടി വരും ഞാൻ അങ്ങോട്ട്. ഇതിങ്ങനെ പോയിട്ട് അങ്ങനെ പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഒരു വാട്ടർ ബോട്ടിൽ കയ്യിൽ വാങ്ങിക്കുകയാണെങ്കിൽ ബെറ്ററാണ്. പിന്നെ ഇതൊരു രസമാണ്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചില്ല, അതാണ് എൻ്റെ മിസ്റ്റേക്കാണ്. അവിടെ ആ
ഒരു ആരോ മാർക്ക് ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിക്കാതെയാണ് നടന്നത്. ആ ആരോ മാർക്ക് കറക്റ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വഴി കിട്ടും. പ്ലാസ്റ്റിക് ആ സൈഡിലൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടും. അതായത് ഇവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ഐ മീൻ ആരും റെസ്ട്രിക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ തോന്നിയ പോലെയാണ്. നിങ്ങളതൊന്നും ചെയ്യല്ലേ, വാട്ടർ ബോട്ടിൽ നടല്ലേ. നമ്മൾ ഈ സ്ഥലമൊക്കെ ഇത് ഒരു പള്ളിൻ്റെ മക്കാമാണ്. മക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ വായിച്ചില്ലേ, ആ ഒരു പണ്ഡിതനെ മറവ് ചെയ്ത സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ ആ പണ്ഡിതനെ മറവ് ചെയ്തുകൊണ്ട് തന്നെ ആ പാറ, അവിടെ ഒരു പാറ ഉണ്ട്, ആ പാറ അങ്ങനെ വലുതായി വരുന്നുണ്ട്. അങ്ങനെ കേട്ടോ അതിൻ്റെ ടോക്ക്. അതങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആകാശത്ത് മുട്ടിയ പോലെയാണ് ഈ പാറയ്ക്ക്. ദേ ഈ ആരോ മാർക്ക് ഫോളോ ചെയ്ത് പോക്കോ. ഞാൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചിറങ്ങി പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പോയതിലേ വാഗമണ്ണിൽ ഫസ്റ്റ് പോയൊരു സ്പോട്ട് ലേക്കാണ്, കാർഡ് ഇട്ടുക്കണു. രണ്ടാമത് പോയ സ്പോട്ട് ഒരു മൊട്ടക്കുന്നായിരുന്നു, അതിൻ്റെയും കാർഡ് ഇട്ടുക്കണു. മൂന്നാമതാണ് തങ്ങൾപ്പാറ. അടുത്തത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നേരെ എനിക്ക് പോകണം, സമയമല്ല 3:30 സൺസെറ്റിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് അവിടെ കുരിശുമല എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട്, അവിടെ പോകണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, കാർഡിലിടാം. നമ്മുടെ ഇലവൈപ്പൂഞ്ചിറ പോയി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആ സെയിം സ്ഥലം തന്നെ, ആ സെയിമിൻ്റെ ആ ഒരു ട്രക്ക് ചെയ്യുമല്ലോ നമ്മൾ, ആ ഒരു സെയിമാണ്. ഇവിടെ ചെറിയ ലൈൻ കമ്പിയുണ്ട്, പിന്നെ ഇതുപോലെ നടന്ന് കയറണം. എൻ്റെ ആന കേട്ടോ. എൻ്റെ പേരെന്താ? പപ്പു. ഇതാട്ടോ, അറൗണ്ട് ഒരു 1 കിലോമീറ്ററോളം വരുന്നുണ്ട്. പക്ഷെ മേലെ എത്തുമ്പോൾ നമുക്ക് നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. കുറച്ചൊക്കെ അവിടെയൊക്കെ ഇരുന്ന് ശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതി, ഒരു സീനൊന്നുമില്ല. അതെ, അവിടെ ഒരു കൊടി കാണാം, എനിക്ക് ഒരു ഫ്ലാഗ് ഉണ്ട്, ഒരു ഗ്രീൻ ഫ്ലാഗ്. കീപ്പ് സൈലന്റ്. നമ്മളെത്തി കേട്ടോ, സ്ഥലമെത്തി. ഇത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ പാറയാണ് തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയില്ല, എനിക്കിതിനെക്കുറിച്ച് ഹിസ്റ്ററി കൂടുതൽ അറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ സ്പോട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. കാരണം ഞാൻ പറയില്ല, ഇവിടെ വന്നിട്ട് അറിഞ്ഞതാണ് ഈ ഒരു സ്പോട്ട്. സോ അങ്ങനെ ഫൈനലി നമ്മളെത്തി, ലൊക്കേഷനിലെത്തി. ഇതാണ് സ്ഥലം, ഇതാണ് തങ്ങൾപ്പാറ. ഇതാണ് തങ്ങൾപ്പാറ. പാദരക്ഷകൾ ഊരിയിടുക. ആരുമില്ല കേട്ടോ. ഇത് ചെറിയൊരു പാറയായിരുന്നു അത്രേ, ഇതിങ്ങനെ വലുതായി വന്നാൽ. കാരണം ഇത് കറക്റ്റ് നോക്കി നിങ്ങൾ കറക്റ്റ് ഷേപ്പാണ്, റൗണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ കയറിയിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് താഴെ വന്നിട്ട് ചെരുപ്പ് ഊരാം. ചെരുപ്പല്ല, ഷൂ ആണ്, ഷൂ ഊരാം. ഓക്കെ. ഇതാണ് തങ്ങൾപ്പാറ കേട്ടോ. ഇവിടെയാണ് എൻഡിങ്. പിന്നെ അങ്ങോട്ടൊന്നും പോകാനൊരു വഴിയില്ല, ഒക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തങ്ങൾപ്പാറ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഞാൻ പറയണത്, ട്രെക്കിങ് ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. കാറ്റ്, നല്ല കാറ്റാണ്. നമുക്ക് ഇവിടെ നല്ല കാറ്റ്, സമാധാനത്തിൻ്റെ കാറ്റ് അവിടെ കിട്ടും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കയറിയിട്ട്, മുസ്ലിം ആയതുകൊണ്ട് ഞാൻ എൻ്റെതായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് ചെയ്തിട്ട് ഇവിടെ തിരിക്കും. അപ്പോൾ അടുത്ത സ്പോട്ടിലോട്ട് പോകും.
അപ്പോൾ ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്, ഈ ഒരു വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സ്പോട്ട് പോകുന്നുണ്ട്, പൈൻ ഫോറസ്റ്റ്. നിങ്ങളത് ഫുള്ളായിട്ട് കാണണം. ഇത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.